Good morning. Good morning. Okay. അപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെ വരെ എത്തിയായിരുന്നു? നമ്മുടെ പ്രോസസിങ് ഓഫ് സോൾഡ് ലിനൻ ആ സൈക്കിള് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് അല്ല, എവിടെ വരെയല്ലേ എത്തിയത്? കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറിയില് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെയായിരുന്നു? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സീയിങ് മെഷീൻ എക്സെട്ര ആർ സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ലോണ്ടറി. ഓക്കെ, ഇത്ര എക്യുപ്മെന്റ്സുകളാണ്. ഇതിന്റെ പേരുകൾ പഠിക്കണം. ഓക്കെ, ചാപ്റ്റർ 20 ആണ് കേട്ടോ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. നിങ്ങളുടെ ഇത് 19 കിടക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കാം. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക് സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ടറി. സോയിൽഡ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ലോണ്ടറി എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങള്. ഓക്കെ, soiled or contaminated laundry handling is very vital for the safety and well-being of patients. അവിടെ അതൊന്ന് കറക്റ്റ് ചെയ്തേ, പേഷ്യൻസ് എന്നാണ് കേട്ടോ അവിടെ. well-being of patients and staff. Okay, അപ്പൊ നോക്കിയേ, soiled or contaminated laundry handling is very vital for the safety and well-being of patient and staff. അപ്പൊ നമ്മള് ഈ മലിനമായപ്പെട്ട അഴുക്ക് പുരണ്ട ഈ ലോണ്ടറി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഈ നമ്മുടെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അത് പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെയും ഒക്കെ ആ സുരക്ഷയ്ക്ക് വളരെയധികം പ്രധാനമാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, അവർക്കൂടെ സേഫ്റ്റിയും കൂടി നോക്കണം. ഇങ്ങനെയുള്ള അതിനകത്ത് ഒത്തിരി ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആ സോയിൽഡ് ലിനനില്. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പേഷ്യൻസിന്റെയും അതുപോലെ സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരുടെ സേഫ്റ്റിയും കൂടി കണക്കിലെടുത്ത് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തോന്നിയ രീതിയിൽ എടുത്തോണ്ട് പോകാനോ ഓപ്പൺ ആയിട്ടൊന്നും കൊണ്ടുപോകാനോ ഒന്നും പാടില്ല. അതിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റാഫിന്റെയും സേഫ്റ്റി നോക്കണം, അതുപോലെ പേഷ്യൻസിന്റെയും സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. Linen that comes in contact with the workers or individual can become contaminated with the injurious microorganisms and body fluid. Linens that come in contact with the workers or individual. അപ്പൊ നമ്മൾ അത് അവരുമായിട്ട് ആ ഒരു പേഷ്യൻസുമായിട്ടൊക്കെ നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോഴോ അപ്പൊ അവര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ലിനൻ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടൊക്കെ കണ്ടാമിനേറ്റഡ് ആണ്, മലിനമായപ്പെട്ട ലിനനായിരിക്കും അത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഒക്കെ അവർക്കുടെ എന്താ ബോഡി ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ആ ലിനനിൽ ഉണ്ടായിരിക്കും. അത് നേരെ അടുത്ത പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അതുപോലെ തന്നെ അവര് കിടക്കുന്ന ബെഡ്ഷീറ്റുകള്, പില്ലോ, ഇത് അങ്ങനെയുള്ള അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് പ്രോപ്പർ ആയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ട് വേണം അടുത്തത് നെക്സ്റ്റ് പേഷ്യൻസിനൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം എന്ത് നിറഞ്ഞതാണ്, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡും കൊണ്ടൊക്കെ അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. The personal protective equipment PPE must be worn when infected is handled. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റാഫുകള് PPE എക്സ്പാൻഡഡ് ഫോം ആണ്, എന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്.
നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ പഠിച്ചതാണ് എക്സ്പാൻഡഡ് ഫോം. അപ്പൊ എന്ത് ധരിക്കണം അവര്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്റ്റഡ് ഈസ് ഹാൻഡിൽ. അപ്പൊ അത് ആ ഇൻഫെക്ഷൻ ഉള്ള ആ തുണിത്തരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. All infected linen must be washed separately to other items. ഇനി നോക്കിയേ, അപ്പൊ വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുകയല്ല ചെയ്യുന്ന. ഇൻഫെക്റ്റഡ് ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, നമ്മളും വാഷ് ചെയ്യുന്ന നേരത്ത് മെഷീനിലൊക്കെ ഇടുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിക്കുഴച്ചല്ല ഇടുന്നത്. ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അധികം അഴുക്കില്ലാത്തത് ഒരു ഇതിനകത്ത് ഇടും നമ്മള്. കുറച്ചുകൂടി നമ്മള് എന്താ ഇത്തിരി കൂടി ഒരു അഴുക്കുള്ളത് അത് വേറെ ഇടും. അതൊക്കെ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യണേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുന്നവര്? എല്ലാ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനനും പ്രത്യേകം മറ്റുള്ള ഐറ്റത്തിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതിനകത്ത് പറഞ്ഞേക്കുന്ന വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി കളക്റ്റഡ്. നമ്മൾ പല തരത്തിലുള്ള ലോണ്ട്രി, ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി കളക്റ്റഡ്. നമ്മൾ പല തരത്തിലുള്ള ലോണ്ട്രി ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നതാണ് യൂസ്ഡ് ലിനൻ. യൂസ്ഡ് ലിനൻ എന്ന് വെച്ചാൽ എന്താ? ഉപയോഗിച്ച തുണികള് അല്ലെ? യൂസ്ഡ് ലിനൻ. ലിനൻ എന്ന് വെച്ചാൽ തുണി എന്നുള്ള, ക്ലോത്ത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. യൂസ്ഡ് ലിനൻ ഏതൊക്കെയാ? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ടെയിൻഡ്. അപ്പൊ അതെന്താ? ഈ യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഉപയോഗിച്ച ലിനനാണ്, യൂസ് ചെയ്ത ലിനനാണ്. പക്ഷെ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ടെയിൻഡ്. അത് എങ്ങനെയാണ്? പ്രത്യക്ഷത്തില് അത് മലിനമല്ല. നമ്മൾ നേരെ നോക്കി കഴിയുമ്പോൾ അതിൽ വേറെ അങ്ങനെ ഒരുപാട് ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില് നോക്കുമ്പോൾ നമുക്ക് ഒന്നും തന്നെ കാണാനില്ല. പക്ഷെ അതെന്താണ്? പേഷ്യന്റ് ഉപയോഗിച്ച ലിനനാണ്. അത് നമുക്ക് നേരെ വേറെ പുറമേ നോക്കുമ്പോൾ വേറെ അഴുക്കോ കാര്യങ്ങളോ കറയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് നെക്സ്റ്റ് നമ്മളത് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം അടുത്ത പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ? നമ്മൾ നേരെ ഡയറക്റ്റ് നോക്കാം പ്രത്യക്ഷത്തിൽ അഴുക്കില്ലാത്തത്, എന്നാൽ അത് പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള ലിനനാണ് യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ടെയിൻഡ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ എന്താ? മലിനമല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞ ഏതാണ്? സോയിൽഡ് ലിനൻ ആണ്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താ? മലിനമായിട്ടുള്ള ലിനൻ. ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് or tainted as they come in contact with the blood, body fluids, secretions or excretion or other items. ഉണ്ടോ? അപ്പൊ ഇതും കൊണ്ടൊക്കെ മലിനമായിട്ടുള്ള, അതിനകത്ത് അങ്ങനെയുള്ള ലിനൻ തുണിത്തരങ്ങളില് ബ്ലഡിന്റെ അംശം ഉണ്ടാവാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, എന്തെങ്കിലും സെക്രീഷൻസ് ഉണ്ടാവാം, എക്സ്ക്രീഷൻ യൂറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ക്രീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് ഇൻഫെക്റ്റഡ് ആണ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ബ്ലഡിന്റെ ഒക്കെ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ലിനനാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. രണ്ടും ക്ലിയർ ആക്കാം. അതും യൂസ്ഡ് ലിനൻ തന്നെയാണ്, ഉപയോഗിച്ചത് തന്നെയാണ്. പക്ഷെ എന്താ? പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, സെക്രീഷൻ ഓർ എക്സ്ക്രീഷൻ. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ലിനൻ ആണ്. ഇൻഫെക്റ്റഡ് ലിനൻ ഇതെങ്ങനെയാ? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ് ഓർ സോയിൽഡ്. ഇതെന്താവാം? യൂസ്ഡ് ലിനൻ ആവാം അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ ആവാം. ഏതായിക്കോട്ടെ, യൂസ്ഡ് ലിനൻ ആവാം, സോയിൽഡ് ലിനൻ ആവാം. പക്ഷെ എന്താ? ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. അത് നമ്മള് അതിന് ഇൻഫെക്ഷൻ ഉണ്ടാവും, അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ സംശയിക്കുന്ന ആയ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്ത ലിനനാണത് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. അത് യൂസ്ഡ് ലിനൻ ആവാം അല്ലെങ്കിൽ സോയിൽഡ് ലിനൻ ആവാം. പക്ഷെ എന്തുണ്ടാവാം? അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഓക്കെ, ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ, അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കുന്നതോ ആയ ഇൻഫെക്ഷൻ ഉള്ള
രോഗിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിനനാണ്. ഓക്കെ, സോയിൽഡ് ലിനൻ ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താ, അത് പേഷ്യൻസ് ഉപയോഗിച്ചത് തന്നെയാണ്, ഉപയോഗിച്ച ലിനൻ തന്നെയാണ്. പക്ഷെ എന്തുണ്ടാവും, ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതില് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ എന്തെങ്കിലും എക്സ്ക്രീഷൻസ്, യൂറിനൊക്കെ പോയി അങ്ങനെ അങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ അങ്ങനെയൊക്കെ മാറ്റുന്ന ഇതൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ എന്താ അത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ഉപയോഗിച്ച് മലിനമാക്കപ്പെട്ട ലിനൻ. ഇതാണ് മലയാളം സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചതാണ്, പേഷ്യന്റ് യൂസ് ചെയ്താണ്, പക്ഷെ നമ്മളത് ഡയറക്റ്റ് നോക്കുമ്പോഴും ഒന്നും ഉണ്ടാവില്ല, അതിൽ വേറെ ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സോ ബ്ലഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് പേഷ്യന്റ് ഉപയോഗിച്ച ലിനനാണ്. ഓക്കെ, ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് സോയിൽഡ് ലിനൻ ആവാം അല്ലെങ്കിൽ യൂസ്ഡ് ലിനൻ ആവാം, പക്ഷെ എന്താണ്, അത് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്ത തുണിത്തരങ്ങളായിരിക്കും അത്. ഇപ്പൊ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, നമ്മൾ HIA ഒക്കെ പഠിച്ചില്ലേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ സംഭവിച്ച, ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിനനാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഏതാ, തിയേറ്റർ ലിനൻ ആണ്. തിയേറ്റർ ലിനൻ അറിയാലോ, യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയർ. ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ലിനൻ ആണ് തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്, അങ്ങനെ കളക്ട് ചെയ്യുന്ന ലോണ്ടറിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. ഇതിൽ 4 ഏതെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയേ, അതൊന്ന് ടിക്കിട്ട് പഠിച്ചോ കേട്ടോ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഓക്കെ. നോക്കട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പൊ 4 തരത്തിലുള്ള ലിനൻ ഏതൊക്കെയാണെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് നോക്കി, ഈ ഇവിടെ നമ്മള് എന്താ, അവിടെ ആരോ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, സെക്രീഷൻ. ബ്ലഡ് അറിയാം, ബോഡി ഫ്ലൂയിഡ്സ് അറിയാം, സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ബോഡി സെക്രീറ്റ് ചെയ്യുന്നതാ. ഇപ്പൊ നമ്മള് സ്കിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് വേർപ്പ് അല്ലെ, സെക്രീഷൻ. അല്ലെ ഉമിനീര്, സലൈവ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഉമിനീര്. ഇങ്ങനെ നമ്മള് ബ്ലഡ്, രക്തസ്രാവം, ഇതൊക്കെ സെക്രീഷൻസ് ആണ്. ബോഡി സെക്രീറ്റ് ചെയ്ത ഫ്ലൂയിഡ്സ് കാര്യങ്ങളാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്ന, അതായത് നമ്മളെ യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, ടെയിൻഡ് ആയിട്ടുള്ള ലിനനെയാണ് സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. അത് മലിനമാക്കപ്പെട്ട ലിനൻ എന്നാണ് അതിന്റെ മീനിങ്. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ലിനനാണ്. തിയേറ്റർ ലിനൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ ഉപയോഗിക്കുന്ന ലിനനാണ്. Okay, should be safe from potentially infection materials as well as for good hygiene practice. You should use gloves when handling stained or contaminated laundry and should remove to change to clean gloves before handling clean laundry. എന്താ പറഞ്ഞേക്കുന്നത്, നമ്മളപ്പോ ഇത് കൈകാര്യം ചെയ്യുന്നവരെന്തായിരിക്കണം, ഈ ഇൻഫെക്റ്റഡ് മെറ്റീരിയൽ ഇതിൽ നിന്ന് എന്താണ്, സേഫ് ആയിരിക്കണം. ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ് അവര്
ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ ഗ്ലൗസുകളൊക്കെ ധരിക്കണം. നമ്മൾ ഇത് ലിനനൊക്കെ നമ്മൾ സ്റ്റാഫുകൾ അത് മാറ്റുകയൊക്കെ ചെയ്യില്ലേ, അപ്പൊ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ലിനൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളതാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുപയോഗിക്കണം? PPE അല്ലെങ്കിൽ ഗ്ലൗസുകൾ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഗ്ലൗസ് ആ പറഞ്ഞേക്കുന്നത്. യു ഷുഡ് ഓൾവേസ് യൂസ് gloves when handling taint or contaminated laundry. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം. പിന്നെ പറഞ്ഞേണ്ട ആൻഡ് ഷുഡ് റിമൂവ് ദ ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ് ബിഫോർ ഹാൻഡ്ലിംഗ് ക്ലീൻ ലോണ്ട്രി. അപ്പൊ അതൊക്കെ ലോണ്ട്രി മലിനമായിട്ടുള്ള ലോണ്ട്രി എടുക്കുമ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം? അവിടെ ഗ്ലൗസുകൾ ധരിക്കണം. എന്നിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ലോണ്ട്രി എടുക്കില്ലേ, അപ്പൊ എന്ത് ചെയ്യണം? ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ച ഗ്ലൗസ് തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? വീണ്ടും ഇൻഫെക്ഷൻ വരാൻ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ക്ലീൻ ലോണ്ട്രി കൈകാര്യം ചെയ്യുമ്പോൾ ആ ഗ്ലൗസ്, ക്ലീൻ ഗ്ലൗസ് ധരിക്കണം. ബിഫോർ ഹാൻഡ്ലിംഗ് ടു ക്ലീൻ ഗ്ലൗസ്, ഇവിടെ നോക്കിയാൽ റിമൂവ് and you should remove to change to clean gloves before handling clean laundry. അപ്പൊ ക്ലീൻ ലോണ്ട്രി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്ലൗസുകൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. എന്നിട്ട് ക്ലീൻ ഗ്ലൗസുകൾ ധരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. If a person has an contagious disease or is on contact precaution, clothes should be washed separately. ഇപ്പൊ ഇത് ഒരു പേഴ്സണ് കണ്ടാജിനിയസ് ഡിസീസ് ഉണ്ടെങ്കിൽ ഈസ് ഓൺ കോണ്ടാക്ട് പ്രിക്കോഷൻസ്, നമ്മള് കണ്ടാജിനിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കിടെ ക്ലോത്ത്സ് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. അപ്പൊ അവർക്കിടെ നമ്മൾ എല്ലാവർക്കിടെയും ഇതൊക്കെ വാഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് വാഷ് ചെയ്യാൻ പറ്റില്ല. അവർക്കിടെ ക്ലോത്ത്സ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ദ വാഷിംഗ് മെഷീൻ മസ്റ്റ് then be disinfected after washing. എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട്, കണ്ടാജിനസ് ഡിസീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുടെ ഡ്രസ്സുകൾ ഒക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ഇനി അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? ഡിസിൻഫെക്ഷൻ നടത്തണം, അണുനശീകരണം നടത്തണം. വാഷിങ്ങിന് ശേഷം ആ മെഷീൻ തന്നെ ഡിസിൻഫെക്ഷൻ നടത്തേണ്ടത് ആവശ്യമാണ്. The washing machine must then be disinfected after washing. അപ്പൊ അങ്ങനെയുള്ള കണ്ടാജിനിയസ് ഡിസീസസ് ഉള്ള പേഴ്സന്റെ ആ ഡ്രസ്സുകള്, അവരുപയോഗിച്ച വസ്ത്രങ്ങള് ഒക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വാഷിംഗ് മെഷീൻ അത് സെപ്പറേറ്റ്, അതൊക്കെ വേറെ തിരിച്ച് വാഷ് ചെയ്യുകയും ചെയ്യണം. വാഷ് ചെയ്തതിനു ശേഷം ആ വാഷിംഗ് മെഷീന് ഡിസിൻഫെക്ഷൻ നടത്തണം, അണുനശീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് all linen after use should be collected in each department, ward and segregated into potentially infective and not potentially infected. Okay, all linen after use should be collected. അപ്പൊ നമ്മള് ഉപയോഗിച്ചതിന് ശേഷമുള്ള ലിനനൊക്കെ ഇല്ലേ, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്നുള്ളതൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം? മാറ്റണം. അത് ഇൻഫെക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാത്തതും ഒക്കെ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് അത് വാഷ് ചെയ്യണം. ഉപയോഗത്തിന് ശേഷമുള്ള എല്ലാ തുണിത്തരങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കോ വാർഡിലേക്കോ ഒക്കെ അത് ശേഖരിക്കുകയും പിന്നെ അതുപോലെ തന്നെ അതില് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും ഒക്കെ എന്ത് ചെയ്യണം? അതൊക്കെ വേർതിരിക്കണം. എല്ലാം കൂടി എന്താ പറയാ, ഈ ഒരുമിച്ച് അത് ഹാൻഡിൽ ചെയ്യരുത് എന്നാ പറഞ്ഞേക്കുന്നത്. Place stained linen into clearly labeled and leak-proof container. അപ്പോ taint എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ്, മലിനമായിട്ടുള്ള ലിനൻ ആണെങ്കിൽ അതെന്ത് ചെയ്യണം? ക്ലിയർലി ലേബിൾഡ് കണ്ടാമിനേറ്റഡ് ലിനൻ തന്നെ എന്ത് ചെയ്യണം? അവിടെ ലേബിൾ ചെയ്യണം. ആൻഡ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ, ബാഗ്, ബക്കറ്റ്, അങ്ങനെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ളത്, നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള അത് ആ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഉള്ളിൽ ആക്കിയിട്ട് അത് എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് അവിടെ ലേബിൾ ചെയ്ത് വെക്കണം.
ഓക്കെ, ഇൻ ദ പേഷ്യന്റ് കെയർ ഏരിയാസ്. അപ്പൊ അത് ആ പേഷ്യന്റ് കെയർ ഏരിയാസിൽ നമ്മൾ കളക്ട് ചെയ്ത് അവിടെ വെക്കുമ്പോൾ എന്താ ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ പ്രത്യേകം കണ്ടാമിനേറ്റഡ് ലിനൻ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ലിനൻ എന്നുള്ള കാര്യം അത് പ്രത്യേകം അതിൽ ആ കണ്ടെയ്നറിന് പുറത്ത് ലേബൽ ചെയ്ത് വെക്കുകയും ചെയ്യണം. സ്റ്റാഫ് ഹു കളക്ട്, ഹാൻഡിൽ, ഡിസ്പോസ് ഓർ ട്രാൻസ്പോർട്ട് സോയിൽ ലിനൻ ആർ അറ്റ് ഹൈ റിസ്ക്. അപ്പൊ ഇതെന്താ, ഇത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള്, അത് ഹാൻഡിൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻ ഹാൻഡിൽ ചെയ്യുന്നവര്, അത് ഡിസ്പോസ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവര്, അത് കൊണ്ടുപോകുന്നവര് ഒക്കെ മാന്യമായിട്ടുള്ള ലിനൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ എന്താ ഹൈ റിസ്ക്. അവര് നല്ലൊരു റിസ്ക് ആണ് അല്ലെ. അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ അവരിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടി വളരെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം, ഗ്ലൗസ്, PPE കിറ്റ് ഇതൊക്കെ ധരിച്ചിട്ട് വേണം അവരിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാ, അവരൊക്കെ ഒരു ഹൈ റിസ്ക് ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും അവര് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് sanitizing washing machine. In order to prevent cross contamination, every washer be sanitized at least once a day. ദിവസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, വാഷർ എന്ത് ചെയ്യണം, അത് ഈ ക്ലീൻ ആക്കണം എന്നാ, സാനിറ്റൈസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അങ്ങനെ പറയാം. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയാം, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് വാഷർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന വാഷർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും സാനിറ്റൈസ് ചെയ്യണം. എവരി വാഷർ ബി സാനിറ്റൈസ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അതിനകത്ത് നമ്മള് 3 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പലതരത്തിലുള്ള ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാണ്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ 3ആയിട്ട് പറയാം. നമുക്ക് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. രണ്ടാമത്തേന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. അടുത്തത് മൂന്നാമത്തെ മിക്സ്ഡ് ലിനൻ സർവീസ്. അപ്പൊ 3ആയിട്ടാണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരുന്നത്. ഫസ്റ്റത്തെ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും അത്. Issuing of linen and the linen circulation is usually controlled by a central room. ഒരു സെൻട്രൽ റൂം, അതിന്റെ കൺട്രോളിലായിരിക്കും ഇത് ലിനൻസ് തുണികളൊക്കെ ഇഷ്യൂ ചെയ്യുന്നതും അത് അതിന്റെ സർക്കുലേഷനും എല്ലാരും ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് ഒരു സെൻട്രൽ റൂം ഉണ്ട്. അപ്പൊ അതിന്റെ കീഴിലാണ് ആ ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ ലിനനും, അതുപോലെ തന്നെ അതിന്റെ സർക്കുലേഷൻസ് ഒക്കെ വാഷ് ചെയ്യാനുള്ളത്, വാഷ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാരും ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും. അതിനാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ദ ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ സെൻട്രൽ റൂം. ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും ലിനൻ സർക്കുലേഷൻ, ലിനൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും. This facilitates a better control over the staff. ഇത് സ്റ്റാഫിന്റെ മേല് ഒരു നല്ലൊരു എന്താ പറയാ, ഒരു കൺട്രോള്. അതെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ആർക്കും അതിനകത്ത് കയറി ഇടപെടാനോ അല്ലെ അങ്ങനെയൊന്നും പറ്റില്ല. ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലായിരിക്കും അതിന്റെ കൺട്രോൾ വരുന്നത്. അപ്പൊ എന്താ പറയാ, ഒരു കൺട്രോളില് നമുക്കിത് സ്റ്റാഫിന്റെ ഒക്കെ മേല് ഒരു മികച്ച ഒരു നിയന്ത്രണം നൽകുന്നു എന്ന് പറഞ്ഞു. ദിസ് ഫെസിലിറ്റി എ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. ഇത് സ്റ്റാഫിന്റെ മേല് ഒരു മികച്ച ഒരു നിയന്ത്രണം നൽകുന്നു. അപ്പൊ എല്ലാം ഒരു സെൻട്രൽ റൂമിന്റെ കൺട്രോളിലായിരിക്കും.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾ ദ ലിനൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് ദ സെൻട്രൽ റൂം. അതിന്റെ കീഴിലായിരിക്കും എല്ലാ ലിനനും അവിടെ ഇഷ്യൂ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ലിനൻ സർക്കുലേഷനും എല്ലാം അങ്ങനെയായിരിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ലിനൻ ആണ്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. Under this system, the different units such as ward, operation theatre, etc. are allotted with the needed quarters of linen articles. അതെങ്ങനെയാ? നമ്മളെ ഒരു ക്വാർട്ട അനുസരിച്ച്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പല യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഡിഫറെന്റ് യൂണിറ്റ്സ് ഏതൊക്കെയാ? വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഓരോ യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ അവിടെ ഓരോ യൂണിറ്റിലേക്കുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിലും ബേസ് ചെയ്തായിരിക്കും. അപ്പൊ ഇപ്പൊ വാർഡിലേക്ക് കോമൺ ആയിട്ട് കുറേയും കൊടുത്തു, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. എന്നിട്ട് അവിടെ നിന്നാണ് അത് അതിന്റെ ലിനന്റെ ക്വാട്ട എന്ന് വെച്ചാൽ എന്താ? ഓരോ ക്വാട്ട അനുസരിച്ച് ഇപ്പൊ ഇതിലേക്ക് ഇത്ര എണ്ണം, ഇപ്പൊ ഓരോ യൂണിറ്റിലേക്ക് ഒരു ഫിക്സ് ചെയ്തേക്കണ ഒരു ഇതാണ്, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് വാർഡിലേക്ക് ഇത്ര എണ്ണം, ഇന്ന വാർഡിലേക്ക് ഇത്ര ലിനൻ വേണം, അങ്ങനെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും അവരുടെ നീഡ് അനുസരിച്ചായിരിക്കും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ റൂമിന്റെ കീഴിലല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, പല യൂണിറ്റ് ആയിട്ട് തിരിച്ചിരിക്കും. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും ഒരു 4-5 നില ഉള്ള ഇതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഫ്ലോറിൽ നിന്ന് എല്ലായിടത്തേക്കും ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ ഫ്ലോറിലും ചിലപ്പോൾ ഓരോ യൂണിറ്റ് ഉണ്ടായിരിക്കും. ഓരോ ഫ്ലോറിലും ഓരോ യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ ആ യൂണിറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഫ്ലോറിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ? വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള പല യൂണിറ്റ്സ് ഉണ്ടാകും. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലിനൻസ് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? ആ ക്വാട്ട ഇത്ര എണ്ണം വേണം എന്നുള്ളത് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വാർഡിലേക്ക് കുറച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓരോ യൂണിറ്റിലേക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അവിടെ നിന്നാണ് ബാക്കി ഇത് പോകുന്നതെന്നുള്ള ഒരിതാണ്. ഒരു ക്വാട്ട ഉണ്ടായിരിക്കും, എത്ര യൂണിറ്റിലേക്ക് എത്ര എണ്ണം വേണം, അത് വാർഡിലേക്ക് എത്ര എണ്ണം വേണം, അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ആ നീഡ് അനുസരിച്ച് എത്ര എണ്ണം വേണം അതിന്റെയൊക്കെ അനുസരിച്ച് ആ ലിനന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ പറയുന്നത്? പല യൂണിറ്റ്സ് ഉണ്ടാകും. ഇത് എങ്ങനെയാണ് ലിനൻ എങ്ങനെ അലോട്ട് ചെയ്യുന്നത്? വിത്ത് ദ നീഡഡ് ക്വാട്ട ഓഫ് ലിനൻ ആർട്ടിക്കിൾസ്. അവരുടെ ആ നീഡ് അനുസരിച്ച് ഇത്ര എണ്ണം എന്നുള്ള രീതിയിലായിരിക്കും അത് ഈ ആർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവും. Linen supply to certain special area are done to the basis of decentralized. കുറച്ച് ഏരിയയിലേക്ക് ഏതാണ് ഈ സെൻട്രലൈസ്ഡ് മെത്തേഡിലെ ബേസിസ് ഓഫ് ദ ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. കുറച്ച് ഏരിയയിലേക്ക് ഡീസെൻട്രലൈസേഷൻ മെത്തേഡ് ആയിരിക്കും ലിനൻ സപ്ലൈ ചെയ്യുന്നത്. പ്രത്യേക ഏരിയയിലേക്ക്, ചില സ്പെഷ്യൽ ഏരിയയിലേക്ക് ലിനൻ ഡീസെൻട്രലൈസേഷൻ മെത്തേഡിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. But the rest of the area, ബാക്കിയുള്ള ഭാഗം ഫോളോഡ് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ. അപ്പൊ കുറച്ച് ഭാഗം എന്താണ്, ചില പ്രത്യേക ഏരിയയിലേക്കൊക്കെ ഡീസെൻട്രലൈസേഷൻ ബേസിൽ ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ബാക്കിയുള്ള ഭാഗത്തിൽ അവർ ഫോളോ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവര് ലിനൻ കൊടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗം കുറച്ച് ഭാഗം ഡീസെൻട്രലൈസേഷൻ രീതിയിലും കുറച്ച് ഭാഗം സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈയും ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ മിക്സ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ക്ലിയർ ആയോ നോക്കി. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. അവിടെ നിന്നായിരിക്കും എല്ലായിടത്തേക്കും ഒരു ഹോസ്പിറ്റലിൽ ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും ലിനൻ ഇഷ്യൂ ചെയ്യാനും അത് ലിനന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ പല യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെയുള്ള ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ടാക്കും. അതിലേക്ക് നമ്മൾ ഇത് കൊടുക്കുക ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആ ലിനന് അവരുടെ നീഡ് അനുസരിച്ച് ഇപ്പോ വാർഡിലേക്ക് ഇത്ര എണ്ണം, ഇന്ന വാർഡിലേക്ക് ഇത്ര എണ്ണം എന്നത് അവിടെ നിന്നായിരിക്കും, ആ പല യൂണിറ്റിൽ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി പിന്നെ വരുന്നതാണ് മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കുറച്ച് സ്പെഷ്യൽ ഏരിയസിൽ അവിടെ എങ്ങനെയാ ഡീസെൻട്രലൈസേഷൻ തന്നെ ബേസ് ചെയ്തിട്ടായിരിക്കും. ബാക്കി ഭാഗം ഏതാണ് സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും അവിടെ ചെയ്യുന്നത്. The linen used in our hospital service make a huge effect on the quality of care provider. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ സർവീസിൽ ഉപയോഗിക്കുന്ന ലിനൻ നൽകുന്ന ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരത്തില് വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോ ആ ക്വാളിറ്റി കെയറിന് നല്ലൊരു ഈ ഒരു എഫക്റ്റ്, ഒരു നല്ലൊരു ഒരു നല്ലൊരു എന്താ പറയാ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിനെ അത് അല്ലെങ്കിൽ അതിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്ത് പോകണമെങ്കിലും എല്ലാം എന്ത് വേണം, നമ്മൾ ഇതൊക്കെ നല്ല കെയർഫുള്ളി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം. അപ്പൊ പരിചരണത്തിന്റെ ഗുണനിലവാരത്തില് വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ ലോണ്ടറി ലിനൻ സർവീസുകൾ. എവരി ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഈച്ച് ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് എത്ര സെറ്റ് ഉണ്ടെന്ന് നോക്കിയേ. ഓരോ ബെഡിനും എത്ര സെറ്റ് ലിനനാ പറഞ്ഞേക്കുന്നത്? 6 സെറ്റ്സ് ഓഫ് linen for each bed. Every hospital needs to have 6 set of linen for each bed. ഓരോ ബെഡിനും 6 സെറ്റ് ലിനൻ വേണം എന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ആയിരിക്കണം. 6 set of linen rotation for 1 inpatient bed at a time. ഒരു ബെഡിന് എന്ന നിലയിൽ എന്ത് വേണം? 6 സെറ്റ് ലിനൻ വേണം. അതെങ്ങനെയാ? ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 1 sheet plus 1 pillow cover. അതാണ് ഒരു സെറ്റ്. അങ്ങനെ 6 സെറ്റ് വേണം എന്നാ പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലില്. 6 set of linen rotation for 1 inpatient bed at a time. ഒരു പേഷ്യന്റ്, ഒരു ഇൻപേഷ്യന്റ്, ഒരു ബെഡിന് 6 set of linen വേണം. അത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 sheet plus 1 pillow cover. ഇതാണ് ഒരു സെറ്റ്. അങ്ങനെ ഒരു ബെഡിന് 6 സെറ്റ് ലിനൻ വേണം എന്നാ പറയുന്നത്. അതിന്റെ റൊട്ടേഷൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. റൊട്ടേഷൻ താഴെ തന്നിട്ട് 2 സെറ്റ് ഫോർ വാഷ്. 2 സെറ്റ് വാഷ്, കഴുകാൻ വേണ്ടിയിട്ടുള്ള 2 സെറ്റ്. അതായത് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വാഷിന് വേണ്ടിയിട്ടുള്ള, കഴുകാൻ വേണ്ടിയിട്ടുള്ള 2 സെറ്റ്. അത് 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി. ഒരെണ്ണം ആ ലോണ്ടറിയിലേക്കുള്ള വഴിയിലേക്ക്, ഒരു സെറ്റ് ലോണ്ടറിയിലേക്കുള്ള വഴിയിലേക്ക് വേണം. 1 ഷീറ്റ് ഓൾറെഡി ഇൻ ലോണ്ടറി വാഷിംഗ് സൈക്കിൾ. ഒരെണ്ണം ഓൾറെഡി ലോണ്ടറി വാഷിംഗ് സൈക്കിളിലായിരിക്കും. ഒരെണ്ണം ഒരു സെറ്റ് ലോണ്ടറിയിൽ എന്താണ് വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒരെണ്ണം ഓൾറെഡി ലോണ്ടറിയിൽ വാഷിങ്ങിൽ ആയിരിക്കും, ഒരെണ്ണം വാഷിങ്ങിലേക്കുള്ള വേയിലായിരിക്കും. അങ്ങനെ 2 സെറ്റ് വേണം. ഓക്കെ, 2 സെറ്റ് ഫോർ വാഷ്. വാഷിന് വേണ്ടി 2 സെറ്റ് വേണം. 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി. ഒരെണ്ണം ആ ലോണ്ടറിയിലേക്കുള്ള വഴിയില്, ഒരെണ്ണം ഏതാണ് ഓൾറെഡി അവിടെ ലോണ്ടറി വാഷിംഗ് സൈക്കിളില് ഒരു സെറ്റ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, 2 സെറ്റ് ഇൻ യൂസ്. 2 സെറ്റ് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളത്. 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്. ഒരെണ്ണം ഓൾറെഡി ആ ബെഡിൽ വിരിച്ചിരിക്കണം. 1 ഷുഡ് ബി റെഡി ടു യൂസ്ഡ്. ഒരെണ്ണം അവിടെ ഉപയോഗത്തിന് തയ്യാറായിട്ട് വെച്ചിരിക്കണം. അത് ഈ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ സെറ്റ് തരൂലേ? അവിടെ തന്നെ മടക്കി നമുക്ക് തരൂലേ? ഒരെണ്ണം പെട്ടെന്ന് എന്തെങ്കിലും ഇതാണ് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് അവര് റെഡി ആയിട്ട് ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സെറ്റും കൂടി ഇല്ലേ? എസ് ഇവിടെ അടിച്ചുണ്ട് എസ്. അപ്പൊ അങ്ങനെ 2 സെറ്റ് വേണം. ഒരെണ്ണം ഓൾറെഡി നമ്മൾ കിടക്കുന്ന ആ ബെഡിൽ വിരിക്കണ ഒരു സെറ്റും, പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ നല്ല അലക്കി മടക്കി തേച്ചൊക്കെ വെച്ചേക്കുന്ന ഒരു സെറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു സെറ്റും വേണം. അപ്പൊ അങ്ങനെ 2 സെറ്റ് യൂസിന് വേണ്ടിയിട്ട് 2 സെറ്റ്. 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. 2 സെറ്റ് സ്റ്റോക്ക് വേണം. അങ്ങനെ മൊത്തം 6 സെറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. എവരി ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 സെറ്റ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ
അല്ല, റൊട്ടേഷൻ നമ്മളിപ്പോ പറഞ്ഞല്ലേ, 2 സെറ്റ് ഫോർ വാഷ്, 2 സെറ്റ് ഇൻ യൂസ്, 2 സെറ്റ് ഇൻ സ്റ്റോക്ക്, അങ്ങനെ 6 സെറ്റ് ഓഫ് ലിനൻ വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ഓരോ ബെഡിനും 6 സെറ്റ് ലിനൻ വേണം. ഇനി നോക്കിയേ, ഇനി ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അവര് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ചലഞ്ചസ്. ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചലഞ്ചസ് ദേ ആർ. അപ്പൊ അവര് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന കുറച്ച് വെല്ലുവിളികളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, എന്താണ് ഫസ്റ്റ് പോയിന്റില്? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. ലിനൻ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ മോഷണം വഴി, അല്ലെങ്കിൽ ലിനൻ നഷ്ടപ്പെടുക, തുണികളൊക്കെ മിസ്സായി പോവുക, മോഷ്ടിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ ലിനൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞേക്കുന്നത്. ലോസ് ഓഫ് ലിനൻ, ലിനൻ നഷ്ടപ്പെടുക, ഓർ തെഫ്റ്റ്, മോഷണം. ഇനി രണ്ടാമത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. രണ്ടാമത്തെ ഒരു ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നമാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, HAI. നമ്മൾ പഠിച്ചതാണ് HAI, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ തേർഡ് വൺ പറഞ്ഞേക്കുന്ന ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്. ഓക്കെ, ലാക്ക് ഓഫ്, അഭാവം, എന്താ? വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീനിക് പ്രോസസ്, നല്ല ഒരു ലോണ്ടറി ഹൈജീനിക് പ്രോസസ്സിന്റെ അഭാവം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഹൈ കോസ്റ്റ്. ഇത് ഭയങ്കര കോസ്റ്റ് ആണ്. അപ്പൊ അവര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹൈ കോസ്റ്റ്, ഉയർന്ന വില എന്നുള്ളത്. പിന്നെ അടുത്താണ് ബ്രേക്ക് ഡൗൺ ഓൺ ലോണ്ടറി മെഷീൻ. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ലോണ്ടറി മെഷീൻസ്, ഇത് അളക്കുന്ന മെഷീൻസുകളൊക്കെ ഇല്ലേ, അതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോവുക, അല്ലെങ്കിൽ തകരാറ് പറ്റുക. അതും ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നം, ചലഞ്ചസിൽ വരുന്നതാണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. തെഫ്റ്റ് എന്ന് വെച്ചാൽ മോഷണം. ഓക്കെ, ലിനൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പിന്നെ നെക്സ്റ്റ് തേർഡ് പോയിന്റില് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്. പിന്നെ അടുത്തത് ഹൈ കോസ്റ്റ്. പിന്നെ അടുത്ത ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ലോണ്ടറി മെഷീൻസിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ തകരാറ്. ഇത്രയാണ് ചലഞ്ചസ്. ലാസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി ഉള്ളൂ. Hospital laundry service are thus responsible for providing safe, clean, ample and timely apply of linen to user unit of the hospital at the right time, right quality and right place. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ? അവരുടെ ഉത്തരവാദിത്തം എന്താണ്? ഫോർ പ്രൊവൈഡിങ് സേഫ്, ക്ലീൻ, ആംബിൾ. ആംബിൾ എന്ന് വെച്ചാൽ മതിയാവോളം, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ളത്, സുരക്ഷിതമായിട്ടുള്ള, ടൈംലി, ടൈം അനുസരിച്ച് ലോണ്ടറി ലിനൻസ് ഒക്കെ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ടു യൂസർ യൂണിറ്റ്, അത് ഉപയോഗിക്കുന്ന യൂണിറ്റിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതെങ്ങനെയാണ്? അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് പ്ലേസ്. കറക്റ്റ് സമയത്ത് വേണം, കറക്റ്റ് പ്ലേസില്, കറക്റ്റ് ക്വാളിറ്റിയില് എല്ലാ യൂസർ യൂണിറ്റിലേക്കും ക്ലീൻ, സേഫ് ആൻഡ് ആംബിൾ ലോണ്ടറി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിനും എന്താ, അവരുടെ പേഷ്യൻസ് അത്യധികം സുരക്ഷിതരാണെന്നും അവര് ആരോഗ്യകരവുമാണെന്നും ഉറപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എവരി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ എയിം. എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും എന്താണ് ഒരു ഉദ്ദേശം? making sure their patients are comfortable and ultimately they are safe and healthy. നല്ല സേഫ്, സുരക്ഷിതമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക, പേഷ്യൻസ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എല്ലാ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്.
ഇനി ഇപ്പൊ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ തരുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ പേപ്പറുകളിൽ ഈ ഒരു ചാപ്റ്റർ വരുന്നില്ല. ഓക്കെ, അത് ഡീറ്റെയിൽസ് കാര്യങ്ങള് നിങ്ങളോട് മിസ് പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്നതല്ല. അപ്പോ അതിന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അത് ഇൻഫോം തരും. അപ്പൊ അത് നമുക്ക് ആ ഒരു എക്സാമിന്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിക്കുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇത്രയും നമ്മുടെ ആ ചാപ്റ്റർ കവർ ചെയ്തെന്നുള്ളൂ. അതവിടെ നിന്നോട്ടെ. ഇന്ന് മോക്ക് ടെസ്റ്റിൽ ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഇടും. ഓക്കെ, തന്നു, മൊഡ്യൂള് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് ഈ ലോണ്ട്രി ലിനൻ എത്രയോ 4th ഇതിലേക്ക് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു പാഠം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി നമ്മളത് റിവൈസ് ചെയ്ത് അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. നിങ്ങളൊന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇപ്പൊ തരുന്നില്ല. പക്ഷെ മോക്ക് ടെസ്റ്റിന്റെ ഇന്ന് 5 ക്വസ്റ്റ്യൻ ഞാൻ ഇടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ശരണ്യ മിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് സിമ്പിൾ ആണ്, അധികം ഒന്നും പഠിക്കാനില്ല. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഭാഗം ഇനിയിപ്പോ ഞാൻ എടുക്കാന്ന് വിചാരിച്ചാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് നിങ്ങളുടെ പേപ്പറിലേക്ക് വരുന്നതാണ്. എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും ശരണ്യ മിസ് പ്രിഫിക്സ് സഫിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പോർഷൻ എന്ന് പറഞ്ഞ അബ്രിവിയേഷൻസ് ആണ്. അത് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് സമയം, ഇപ്പൊ അധികം ഇല്ല എങ്കിലും ഒരു 10 മിനിറ്റോളം നമുക്ക് കിട്ടുമല്ലോ. ഇന്നുണ്ട്, നാളെ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് അബ്രിവിയേഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ നമ്മള് ശരണ്യ മിസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആ ഒരു പോർഷൻ ശരണ്യ മിസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്ന പ്രിഫിക്സ് സഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെർമിനോളജിയുടെ. അതിന്റെ ഒരു പോർഷൻ ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോ സഫിക്സ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന അബ്രിവേഷൻസ് ആണ്. അപ്പോൾ ശരണ്യ മിസ്സിന് ഏറ്റവും ഒരു ചാപ്റ്ററും കൂടി ഏറ്റവും കവർ ചെയ്യാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി കുഴപ്പമില്ല, എന്റെ ചാപ്റ്റർ ഇന്ന് കഴിയും. ഇതിപ്പോ നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഇപ്പൊ നമ്മള് ഇപ്പോ ഉള്ള എക്സാമിൻസിന്റെ പോർഷൻസിന് ചാപ്റ്റർ ആണല്ലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് മിസ് അവിടെ അങ്ങോട്ട് നിർത്തിക്കോ, കണ്ടിന്യൂ ചെയ്ത അബ്രിവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നാണ് ടീച്ചറിനോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആ ഒരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ആരും പേടിക്കൊന്നും വേണ്ട. ഇതിനകത്ത് കുറെ ഉണ്ട്, 327 നമുക്ക് പഠിക്കാനുണ്ട്. അത് അത്രയൊന്നും പഠിക്കണ്ട, ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കണ്ട. അതില് കോമൺ റൂട്ട് വേർഡ്സ് എടുക്കണം. അത് ഇനിയിപ്പോ ഒരു ക്ലാസ്സും കൂടി ശരണ്യ മിസ് എടുത്ത് അത്രയും അവിടെ തീർന്നോളൂ കേട്ടോ. അങ്ങനെ ഞാനിവിടെ തുടങ്ങി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അബ്രിവേഷൻസ് എന്നുവെച്ചാൽ അതൊരു 327 അബ്രിവേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതില് 327 ഞാൻ നിങ്ങളെ എന്താ പറയാ പഠിക്കാൻ എല്ലാരും ഞാൻ പറഞ്ഞു തരും. ഓക്കെ, എങ്കിലും എക്സാമിന് നിങ്ങൾ ആ 327 പഠിക്കണ്ട. ഞാൻ ഷോർട്ട് ചെയ്ത് തരാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ അത് ടിക്ക് ഇട്ടോളാൻ പറയാം. ആ അബ്രിവേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും പഠിക്കാൻ എന്താണ് അബ്രിവേഷൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. അബ്രിവേഷൻസ് 327 അത്രയും പറഞ്ഞു കഴിയണ്ടേ. അപ്പോ അത് അവിടെ തുടങ്ങി എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നാളെ ഒരു ക്ലാസ്, ഈ ഒരാഴ്ചയിൽ നിങ്ങളുടെ പോർഷൻ തീരുമോന്ന് അറിയില്ല. ശരണ്യ മിസ്സിന് കുറച്ചുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കാം, തീർന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. എന്തായാലും ഈ ഒരു പാഠം ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കേട്ടോ. ലോണ്ട്രി ആൻഡ് ലിനൻ അത് നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി നോക്കി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. അതുകൊണ്ട് ഇത് ഞാനിപ്പോ ഈ സംഭവം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഇടും കേട്ടോ. മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ എടുത്തേക്കാം. നമ്മള് മെഡിക്കൽ ടെർമിനോളജി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ബാക്കിയത് നമുക്ക് നാളെ ഉണ്ടല്ലോ, ബാക്കി നാളെ നോക്കാം. അതിന്റെ ഇൻട്രൊഡക്ഷനും പ്രിഫിക്സ് എന്താണ് സഫിക്സ് എന്താണെന്നൊക്കെ ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്താ ഇപ്പൊ മെഡിക്കൽ ടെർമിനോളജി അതൊന്ന് പറഞ്ഞേ. എന്താ മെഡിക്കൽ ടെർമിനോളജി എന്ന് ഉദ്ദേശിക്കുന്നേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തിടാം.
മിസ് തുടങ്ങിയെന്നല്ലേ പറഞ്ഞു. ഹെൽത്ത് കെയർ സ്റ്റാഫ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടെർമിനോളജി എന്താ ദിവ്യ പറഞ്ഞത്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞാൽ ഹെൽത്ത് കെയർ സ്റ്റാഫ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് used to specify, describe the human body elements, methods, circumstance, etc. അപ്പൊ എന്താ ശരിക്കും മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വേർഡ്സുകൾ അല്ലെങ്കിൽ ലാംഗ്വേജുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഇൻ ദ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫീൽഡ്. ഹെൽത്ത് ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്ന ചില വേർഡ്സും ലാംഗ്വേജുകളും ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഇത് വരുന്നതാണ് പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ് ഒക്കെ ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് എത്ര 40യോ അത്ര പ്രിഫിക്സും സഫിക്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്രയാ 127 എണ്ണം അതിന്റെ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പൊ മിസ് എത്ര എടുത്തു? എത്ര എണ്ണം എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ? സഫിക്സ് തുടങ്ങി കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫസ്റ്റ് ഓക്കെ കോമൺ റൂട്ട് വേർഡ്സ് ഇനി എടുക്കാനൊക്കെ ഉണ്ട് അല്ലെ? ഇതിന്റെ കുറെ ഉണ്ട്. നമുക്ക് ഇവിടെ തൊട്ട് നോക്കാം. അബ്രിവേഷൻസ്. അബ്രിവേഷൻ മുതലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അബ്രിവേഷൻസ് ഇതുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 327 അബ്രിവേഷൻ പഠിക്കാണ്ട് നല്ല വിശാലമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഓരോന്ന് പറയുമ്പോ തന്നെ ടിക്കിട്ട് നിങ്ങൾ പൊക്കോ. അപ്പൊ അത്രയും അബ്രിവേഷൻസ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഫുൾ ഇത് ഇരുന്ന് പിടിച്ച് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ച് മാത്രം ഞാൻ ടിക്ക് ചെയ്ത് പറയാം. അത് മാത്രം നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. എന്താ അബ്രിവേഷൻ ഉപയോഗിക്കുന്ന? ഈസ് എ ഷോർട്ടൻ ഫോം ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു ഫ്രേസ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഷോർട്ടൻ ഫോം ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ നമുക്കത് നമ്മളിപ്പോ അബ്രിവേഷൻസ് മെഡിക്കൽ ഫീൽഡില് പല ഇതിനകത്തൊക്കെ ഇപ്പൊ നമ്മളാണെങ്കിൽ പല അബ്രിവേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പല ചാപ്റ്റേഴ്സിലും നമ്മള് വെന്റിലേറ്റർ എടുത്തോ? നിങ്ങക്ക് വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തില്ലേ? സമിസ് എടുത്തതാ? ട്രീസമിസ് അല്ലേ? അതിനകത്ത് കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെ വരുന്നില്ലേ? ലങ്സിനെ സപ്പോർട്ട് ചെയ്ത് CPR, ഡിഫിബ്രിലേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പൾസ് ഓക്സിമീറ്റർ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ കുറെ എണ്ണത്തിന്റെ അബ്രിവേഷൻസ് നമ്മൾ ഓൾറെഡി പല ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഷോർട്ട് ആൻഡ് ഫോം ആണ്. ഒരു വേർഡ്സ് ഫുള്ളായിട്ട് അത് മൊത്തം കുത്തിപ്പിടിച്ച് എഴുതുന്നതിന് പകരം നമ്മൾ അതിനെ ഷോർട്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തൊക്കെയാ അതിന്റെ അഡ്വാൻറ്റേജ്? എന്താ? നമുക്ക് സ്പേസ് കുറയ്ക്കാം അല്ലെ? നീളത്തിൽ എഴുതുന്നതിന് പകരം ചെറിയ ഷോർട്ടൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് സ്പേസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എഴുതി പിടിക്കുന്ന ആ സമയം ടൈം കുറച്ച് മതി, വേഗം. ഇപ്പൊ ഏതാണ് എക്സാമ്പിൾ ആയിട്ടാണ് CPR. എന്താ CPRന്റെ എക്സ്പാൻഡഡ് ഫോം? അബ്രിവേഷൻ ആണ് ഒരു CPR എന്ന് പറയുന്നത്. റിസസിറ്റേഷൻ, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ് ഈ CPR എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് നീട്ടിപ്പിടിച്ച എഴുതണതിന് പകരം CPR എന്ന് എഴുതിയ പോരെ. അപ്പൊ അതാ കുറച്ച് അങ്ങനെയുള്ള അബ്രിവേഷൻസ് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. CPR എന്ന് കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേണം. അപ്പൊ എന്തായാലും അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? ടൈം കുറയ്ക്കാം അല്ലെ? നമുക്കത് നീട്ടി പിടിച്ച് എഴുതണ സമയം കുറയ്ക്കാൻ പറ്റും. നമുക്ക് അതുപോലെ സ്പേസ് കുറച്ച് സ്ഥലം മതി, ഇത്രയും നീട്ടി വരച്ച് എഴുതണ്ട, അതിന്റെ സ്പേസ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. പിന്നെ അതിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ആവർത്തന ഇത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അബ്രിവേഷൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഒരുപാട് അബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കോമൺ ആയിട്ട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഞാനത് ഇമ്പോർട്ടന്റ് ആണെന്നല്ല ടിക്ക് ഇട്ടോ, അത് പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഒപ്പം തന്നെ ടിക്ക് ഇട്ട് പോകാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ് മിസ്സിന്റെ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ ചാപ്റ്ററിൽ?
നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്? ഇല്ല. ഇല്ല. അപ്പം ശരണ്യ മിസ്സിന്റെ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അബ്രിവേഷൻ എന്താന്നുള്ളതൊന്ന് എഴുതി വെക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും എന്താന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കണ്ട. ജസ്റ്റ് എക്സാമിന് ഇത്രേ ചോദിക്കുള്ളൂ. ഏതെങ്കിലും ഓർമ്മ തരും, 1 or 2 തന്നിട്ട് അതിന്റെ അബ്രിവേഷൻ എഴുതാനായിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ മെത്തേഡ് എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. അത് നമ്മുടെ മറ്റേ ചാപ്റ്ററിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് അബ്രിവേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഒന്ന് എഴുതിക്ക്, ഹെഡിങ് ഒന്ന് കൊടുത്തേ, അബ്രിവേഷൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ നോട്ടിലാണെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. അബ്രിവേഷൻസ്, abbreviations, ABBREVIATIONS, abbreviations. ഇപ്പൊ ലോണ്ട്രി ലിനൻ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മള് എക്സ്പാൻഡഡ് ഫോം ആണ് അബ്രിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. അപ്പൊ അതിന്റെ ചുരുക്കെഴുത്ത്, അതാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോണ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ കൂടുതൽ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ എക്സാമിന് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ ആ ചാപ്റ്റർ കൂടുതൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എക്സാമിന് ഫസ്റ്റ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ തുടങ്ങുക ചെയ്യുന്നത് കേട്ടോ. എഴുതിക്കോ, അബ്രിവേഷൻസ്. An abbreviation is a shortened form, SHORTENED, shortened form, FOR, form of a word, WORD, of a word or phrase, PHRASE, shortened form of a word or phrase. Full stop. Next sentence. Abbreviations may be used to save, save, space, 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 and time, space and time. Abbreviations may be used to save space and time. നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സ്പേസ് നീട്ടി പിടിച്ചെഴുതുന്ന അത്രയും വേണ്ട. അബ്രിവേഷൻ ഫോം എഴുതി കഴിഞ്ഞാൽ എന്താ പറയാ, അതിന്റെ സ്പേസും കുറയ്ക്കാം, സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. സ്പേസ് ആറ്റ് ടൈം, ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ, REPETITION, repetition of long words and phrases. Long words and phrases. Okay. An abbreviation is a shortened form of a word or phrase. Abbreviations may be used to save space and time, to avoid repetition of long words and phrases. അപ്പൊ എന്താ പറയാ, ഒരു വേർഡിന്റെ ഷോർട്ട് ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ അബ്രിവേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ടൈം, അത് സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ വലിയ വലിയ വേർഡ്സുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിനും. അപ്പൊ അത്രയും റിപ്പീറ്റേഷൻ വരുമ്പോൾ അത്രയും വീണ്ടും എഴുതണം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അബ്രിവേഷൻ ഫോം യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡിൽ മിക്കതും അബ്രിവേറ്റഡ് ഫോംസിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് പഠിച്ചിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ചാപ്റ്ററിൽ പഠിച്ചപ്പോ തന്നെ ഒരുപാട് അബ്രിവേഷൻസ് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് നോക്കാം. ഇത് ഫുള്ള് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം നിങ്ങളൊന്ന് ടിക്കിട്ട് വെക്കാം.
ഓക്കെ, നമുക്കൊന്ന് ആദ്യത്തെ ഒരു 10 എങ്കിലും പെട്ടെന്നൊന്ന് നോക്കി പോകാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഇവിടെ നമ്മള് അബ്രിവേഷൻസ്, സീരിയൽ നമ്പർ, അബ്രിവേഷൻസ് എഴുതിയിട്ടുണ്ട്, എക്സ്പാൻഷൻ, അത്രയും കാര്യങ്ങളാണ് 3 ടേബിൾ ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. അതിനകത്ത് നോക്കുക, സീരിയൽ നമ്പർ 1 എ ആൻഡ് പി, പി എന്നാണ് ഒന്നാമത്തെ അബ്രിവേഷൻ തന്നേക്കുന്നത്. എ ആൻഡ് പി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ ഫോം എന്ന് പറഞ്ഞാൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി ആൻഡ് ഫിസിയോളജി. അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ഓർഗൻസ് ഓഫ് ലിവിംഗ് ബീയിങ്സ്. അത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം മാത്രം പഠിച്ചാൽ മതി. അനാട്ടമി, അനാട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്, സ്ട്രക്ചർ ഓർഗൻസിനെ കുറിച്ചുള്ള പഠനത്തിനാണ് അനാട്ടമി എന്ന് പറയുന്നത്. ആൻഡ് ഫിസിയോളജി, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫങ്ഷൻസ് ആൻഡ് മെക്കാനിസം ഓഫ് ലിവിങ് സിസ്റ്റം. ഇതിന്റെ ഫങ്ഷൻസ്, മെക്കാനിസം എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതാണ് ഫിസിയോളജി. അപ്പൊ അത് രണ്ടും എ ആൻഡ് പി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അനാട്ടമി ആൻഡ് ഫിസിയോളജി. സെക്കൻഡ് എ എഴുതിയിട്ട് ഒരു വരയിട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ബിഫോർ എന്നുള്ളതാണ്, ബിഫോർ. ഇനി അതുപോലെ തന്നെ ഓക്കെ, എ പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഓഫ് ഈച്ച്, ഓരോന്നിന്റെ എന്നുള്ളത് അർത്ഥമാണ്. യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എ എന്നുള്ളത്. ഓഫ് ഈച്ച് എന്നാണ്, ഓരോന്നിന്റെയും എന്ന അർത്ഥമാണ്. ഓഫ് ഈച്ച്, ഓരോന്നിന്റെയും. ഫോർത്ത് വൺ എ ബി ഡി ആണ്. എ ബി ഡി എന്നുള്ളത് എക്സ്പാൻഡഡ് ഫോം ആണ്. അബ്ഡോമൻ, വയറ്, നമ്മുടെ ഉദരം, വയറിനെ അബ്ഡോമൻ നീട്ടി എഴുതണ്ട, അതിന് പകരം എ ബി ഡി എന്ന് എഴുതാം. അപ്പൊ എ ബി ഡി എന്നുള്ള ഒരു അബ്രിവേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, അബ്ഡോമൻ ആണ്, അബ്ഡോമൻ. ഇനി ഇത് 3 ടിക്ക് ഇട്ടോളാം കേട്ടോ. 5, 6, 7 ഇത് 3 പഠിക്കണം നിങ്ങൾ. ആ ഒരു പേജിൽ നിന്ന് അത് 3 പഠിച്ചാൽ മതി. ഫിഫ്ത്ത് വൺ ഓക്കെ, എ ബി ജി. എ ബി ജി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഇതാണ് എ ബി ജി എന്ന് പറഞ്ഞ അബ്രിവേഷൻ പറയുന്നത്. നമ്മുടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്, ബ്ലഡിലെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവല്, അതൊക്കെ എമൗണ്ട് മെഷർ ചെയ്യുന്നതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിന്റെ ചെക്ക് ദ അസിഡിറ്റി, നമ്മുടെ അസിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. അതൊന്നും നോക്കണ്ട. എ ബി ജി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് എക്സാമിന് ഇതിന്റെ അബ്രിവേഷൻ തന്നിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എഴുതാനോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ തന്നിട്ട് അബ്രിവേഷനോ ഇത് എന്താണെങ്കിലും നമ്മൾ അത് രണ്ടും പഠിച്ചിരിക്കണം. എ ബി ജി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്നാണ്. അത് പഠിക്കണം കേട്ടോ, എ ബി ജി. രണ്ടാമത്തെ നോക്കി, സിക്സ്ത് എ സി. എ സി എന്ന് പറഞ്ഞാൽ ബിഫോർ മീൽസ്, മീൽസിന് മുമ്പ്, ആഹാരത്തിന് മുന്ന് എന്നാണ് എ സി എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്തത്. ബിഫോർ മീൽസ്, ബിഫോർ മീൽസ്. പിന്നെ സെവൻത് വൺ എ സി എൽ എസ്. എ സി എൽ എസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഇതിനാണ് എ സി എൽ എസ് എന്ന് പറയുന്നത്. ഓക്കെ, എയ്ത്ത് വൺ എ ഡി എൽ ഐ ബി. അത് ആസ് മച്ച് ആസ് ഡിസൈർഡ്, ആഗ്രഹിക്കുന്നത് അത്രയും. അത് നിങ്ങൾ ഇതിൽ 3 പഠിച്ചാൽ മതി കേട്ടോ. 5ഉം 6ഉം 7ഉം ടിക്ക് ഇട്ടോളാം, അത് മാത്രം പഠിച്ചാൽ മതി. നയൻത് എ ഡി എൽ, അതിന്റെ അബ്രിവേഷൻ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്, ദൈനംദിന ജീവിതത്തിന്റെ പ്രവർത്തനം, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. 9 വേണ്ട, അത് അതിനകത്ത് ഞാൻ പറയാം. ടെൻത്ത് വൺ വേണം, എ ഇ ഡി, ഓട്ടോമാറ്റഡ്
എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ. ഇത് നിങ്ങൾ വെന്റിലേറ്ററിൽ പഠിച്ചില്ലേ? ഡിഫ്രിബിലേറ്റർ, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ, AED എന്ന് പറയുന്നത്. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ 10. അപ്പൊ 1 to 10 നമുക്ക് പഠിക്കേണ്ടത് 5 പഠിക്കണം, 6 പഠിക്കണം, 7 പഠിക്കണം, 10th 1 പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ വേറെ എന്താണെന്നോ മെക്കാനിസമോ മെത്തേഡോ കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട. അത്രയും നീട്ടി വരച്ച് പഠിക്കണ്ട. എന്ന് വെച്ചാൽ ഇത് 327 നിങ്ങൾക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇതിനകത്ത് എക്സാമിന് ഇത്രയും നാളും ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതുക, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം. അപ്പൊ അത് രണ്ടും എന്തായാലും പഠിക്കണമല്ലോ നമ്മള്. അതിന്റെ അബ്രിവേഷൻ തന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം തന്നിട്ട് റൈറ്റ് ദ അബ്രിവേഷൻ, അങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് 5ന്റെ ഒന്നുകൂടെ ഞാൻ പറയാം. 5 ആണ് നമ്മൾ പറഞ്ഞ് ABG എന്ന് പറഞ്ഞ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. 6th AC എന്ന് പറഞ്ഞ ബിഫോർ മീൽസ്, ആഹാരത്തിന് മുന്നേ. ACLS എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. 10th 1 AED, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫ്രിബിലേറ്റർ. അപ്പൊ ഇന്ന് 4 എണ്ണേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓരോ ദിവസം എടുക്കുമ്പോൾ നമ്മൾ അത്രയും അത് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ലാസ്റ്റ് ആവാൻ നിൽക്കണ്ട. ഈ 4 എണ്ണം സിമ്പിൾ അല്ലേ? ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും അത് 4 എണ്ണം. അത് 4 ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അബ്രിവേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഉണ്ടല്ലോ, ബാക്കി നാളെ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.